ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. മരുഭൂമി എന്താ നോക്കിയാലോ. വചനം വായിക്കാം. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദേവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഇത് മർക്കോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനമാണ്. വചനം പറയും, നമുക്ക് നോക്കാം. പരസ്യജീവിതത്തിന് ഒരുക്കമായി യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ വലിയ നോമ്പ് ആചരിക്കുന്നത്. ഈ നോമ്പാചരണം ഒരു മരുഭൂമി അനുഭവത്തിന് സഹായകമാവണം. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? എന്തിനാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്? നമുക്ക് നോക്കിയാലോ. മരുഭൂമിയുടെ ഏറ്റവും വ്യക്തവും ശ്രദ്ധേയമായ സവിശേഷത ഏകാന്തതയാണ്. ശൂന്യത, ഓരിയിടുന്ന മണലാരണ്യം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇത്. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.